ഞങ്ങളുടെ വീട്ടിലും ഓപ്പോസിറ്റുള്ള വീട്ടിലും രണ്ട് ഡിഫറെൻറ്റ് ലൈനിൽ നിന്ന് വരുന്ന സിംഗിൾ ഫേസ് കണക്ഷനാണ്. ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകും, പക്ഷേ ഓപ്പോസിറ്റുള്ള വീട്ടിലെ കറണ്ട് പോകാറില്ല. ഒരു 3 ഫേസ് കണക്ഷൻ എടുത്താൽ ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ ലൈനുകൾ മാറ്റിക്കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊരു സബ്സ്ക്രൈബർ അയച്ച ചോദ്യമാണ്. വളരെ സ്വാഭാവികമായ ചോദ്യമാണ്. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ആദ്യം നോക്കുക നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടോ എന്ന്. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും അധികം വിഷമം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാവർക്കും പോയാൽ വളരെ സമാധാനം. അതുപോട്ടെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 3 ഫേസ് കണക്ഷൻ ആക്കി യൂസ് ചെയ്യുന്നത് ശരിക്കും ലാഭമാണോ നഷ്ടമാണോ? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 3 ഫേസ് കണക്ഷൻ എടുത്തുകൊണ്ട് ഏത് ലൈനിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങളൊരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ ഉത്തരം വളരെ സിമ്പിളാണ്. 3 ഫേസ് കണക്ഷൻ എടുത്ത് ഒരു ഫേസ് സെലക്ടർ DB ഉള്ളവർക്ക് ഇത്തരം ഏതെങ്കിലും ഒരു ലൈൻ പോകുമ്പോൾ നമുക്ക് ലൈൻ മാറ്റി കൊടുത്ത് മറ്റൊരു ലൈൻ യൂസ് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും. ഇങ്ങനെ ഫേസ് സെലക്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫേസ് സെലക്ടർ DB വേണം, അല്ലെങ്കിൽ ഒരു ഫേസ് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഫേസ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഫേസ് ചേഞ്ച് ചെയ്തിടുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സപ്ലൈ ഓൺലൈൻ എടുത്തുകൊണ്ട് തന്നെ ഓരോ ഫേസ് മാറ്റി മാറ്റി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് നമ്മുടെ ഫേസ് സെലക്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് ഇൻസുലേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഫേസ് മാറ്റിയിട്ടതിന് ശേഷം പിന്നീട് മെല്ലനെ മെയിൻ ഐസൊലേറ്റർ ഓൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി. ചിലപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഫേസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂസും മറ്റും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ സബ്സ്ക്രൈബർ ചോദിച്ച ഡൗട്ടിൽ, നിങ്ങളുടെ ലൈന് സ്ഥിരമായിട്ട് കറണ്ട് പോയി മറ്റേ ലൈനിന് സ്ഥിരമായിട്ട് കറണ്ട് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ 3 ഫേസ് ആക്കുന്നത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു 3 ഫേസ് കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു 3 ഫേസ് മീറ്റർ ബോക്സ് വേണം, അതിൻ്റെ അകത്ത് 3 ഫേസ് മീറ്റർ വേണം, ഒരു 3 ഫേസ് മെയിൻ സ്വിച്ച് വേണം, ഒരു 3 ഫേസ് RCCB വേണം. അതുകൂടാണ്ട് ഈ ഫേസ് സെലക്ടർ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു സെപ്പറേറ്റ് ബോക്സും വേണം. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് സിംഗിൾ ഫേസിൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സിസ്റ്റം മിനിമം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇവിടുന്ന് ഒരു ഫേസ് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു കോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 15 മുതൽ 20,000 രൂപ മിനിമം ചിലവാകും. അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഈ ഒരു ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഈ ലൈനിൽ സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ KSEB അധികൃതരായിട്ട് സംസാരിക്കുക. എന്താണ് ആ പ്രശ്നം എന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട്, എന്തുകൊണ്ടാണ് കറണ്ട് പോകുന്നതെന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ KSEBയോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈൻ മാറ്റി കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനൊരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളൊരു പുതിയ ബിൽഡിങ്ങോ വീടോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയും ഡ്രോയിങ്സും ലേഔട്ട് ഡ്രോയിങ്സും MEP ഡ്രോയിങ്സും പ്ലംബിംഗ് ഡ്രോയിങ്സും ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.